അപ്പോൾ നിങ്ങൾക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എളുപ്പത്തിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയ്സൺ നമ്മുടെ ബോഡിയിൽ കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് ലോക്കൽ മസ്കറിനിക് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. ടെർമിനേറ്റ് ആൻഡ് ഡീകണ്ടാമിനേറ്റ്, അതായത് നമ്മളൊരു ഫ്രഷ് എയറിലോട്ട് മാറുക, ആ ഒരു ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷനെ ഒക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് നിക്കോട്ടിനിക് ആക്ഷൻസിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഹായ് ഓൾ, വെൽക്കം ടു എജുസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ പുതിയൊരു ഫാർമക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നിങ്ങളിൽ കുറേ പേരൊക്കെ ഫാർമസി പഠിക്കുന്നവരായിരിക്കാം, കുറേ പേരൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എളുപ്പത്തിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഫാർമക് സീരീസിൽ നോക്കാൻ പോകുന്നത് ആൻറ്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ് ആണ്. മിക്ക എക്സാംസിനും നമ്മൾ ചോദിച്ചു കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആൻറ്റി കോളിനെസ്റ്ററേസും അതിൻ്റെ പോയ്സണിങ് ആൻഡ് ആൻറ്റിഡോട്ട്സ് ഒക്കെ. സോ ഇന്ന് നമുക്ക് ആൻറ്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ്ങിനെ കുറിച്ച് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ്? മാനേജിങ് ആൻറ്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ്, അതായത് ആ ഒരു ടോക്സിക് ഓവർലോഡ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആന്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ് ഉണ്ടാവുക? അതായത് ഐദർ ഇതൊരു ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു കാർബമേറ്റ് പോയ്സണിങ് ആയിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു പോയ്സണിങ്, അതായത് ആന്റി കോളിൻ എസ്റ്ററേസിന്റെ പോയ്സണിങ് ഉണ്ടാവുന്നത്? മെയിൻലി ത്രൂ അഗ്രികൾച്ചറൽ ത്രെഡ്സ്, അതല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ഹസാർഡ്, നമ്മുടെ ഈ ഒരു പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് പെസ്റ്റ് കൺട്രോൾ പ്രോഡക്ട്സ്, ഇതിലൊക്കെ നമ്മുടെ ഈ ഒരു പോയ്സൺ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് കോണ്ടാക്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ മസ്കറിനിക് മാനിഫെസ്റ്റേഷൻസ്, അതായത് നമ്മളെ ബോഡിയിൽ ഈ ഒരു പോയ്സൺ നമ്മുടെ ബോഡിയിൽ കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് ലോക്കൽ മസ്കറിനിക് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ പെസ്റ്റിസൈഡ്സ് വഴിയാണ് കോമൺലി നമ്മുടെ ഈ ഒരു ഓർഗാനോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാർബമേറ്റ്, നമ്മുടെ ആന്റി കോളിനെസ്റ്ററേസിന്റെ പോയ്സണിങ് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ആന്റി കോളിനെസ്റ്ററേസ് ഡ്രഗിന്റെ മെക്കാനിസം സംഭവിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, നോർമലി നമ്മുടെ അസറ്റൈൽ കൊളീൻ റിലീസ് ആവുന്നു. ഈ റിലീസ് ആയ അസറ്റൈൽ കൊളീൻ എന്താണ്? നമ്മുടെ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസിന്റെ ഹെൽപ്പോട് കൂടി അത് ഹൈഡ്രോളൈസ് ആവുകയാണ്. എന്തായിട്ട്? കോളിനും അസറ്റേറ്റും ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ് ആണ്. ഇനി ആന്റി കോളിനെസ്റ്ററേസിന്റെ ആക്ഷൻ എന്താണ്? ആന്റി കോളിനെസ്റ്ററേസ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റൈൽ കോളിനെസ്റ്ററേസിനെ എന്ത് ചെയ്യുവാണ്? ഇൻഹിബിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ അസറ്റൈൽ കൊളീൻ, ഈ റിലീസ് ആയ അസറ്റൈൽ കൊളീനെ ഒന്നും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു എൻസൈം അവിടെ ഇൻഹിബിറ്റ് ആയിട്ട് ഇരിക്കുവാണ്. അതായത് നമ്മുടെ അസറ്റൈൽ കൊളീൻ അപ്പൊ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ബ്രേക്ക് ഡൗൺ ആവാതെ അവിടെ അക്യുമുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു ഓവർലോഡ് വരുവാണ്. അങ്ങനെ ഈ ഒത്തിരി അസറ്റൈൽ കൊളീൻ, അതായത് നമ്മുടെ അസറ്റൈൽ കൊളീൻ ബ്രേക്ക് ഡൗൺ ആവാതെ അവിടെ ഒത്തിരി അസറ്റൈൽ കൊളീൻ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ഓവർ സ്റ്റിമുലേഷൻ ഓഫ് കോളിനർജിക് റിസപ്റ്റർ നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ എന്തിന്റെ ആക്ഷൻ വരുന്നത്? നമ്മുടെ ആന്റി കോളിനെസ്റ്ററേസ് ഡ്രഗിന്റെ ആക്ഷൻ വരുന്നത്. അതായത് നോർമലി നമ്മുടെ അസറ്റൈൽ കൊളീൻ, ഈ റിലീസ് ആവുന്ന അസറ്റൈൽ കൊളീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അസറ്റൈൽ കൊളീൻ എസ്റ്ററേസിനെ ഇൻഹിബിറ്റ് ചെയ്യുവാണ് നമ്മുടെ ആന്റി കോളിനെസ്റ്ററേസ്. അപ്പൊ അവിടെ നോർമലി നടക്കുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്നില്ല. നമ്മളിവിടെ പറയുന്നത് രണ്ട് പോയ്സണിങ് ആണ്, അതായത് ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്ങും കാർബമേറ്റ് പോയ്സണിങ്ങും. നമുക്കറിയാം അസറ്റൈൽ കൊളീൻ വന്നിട്ട് എവിടെയാ? നമ്മുടെ ഇവിടെ രണ്ട് സൈറ്റ് ആണ് നമ്മുടെ കോളിനെസ്റ്ററേസിൽ വരുന്നത്. അതായത് നമ്മുടെ ആന്റി കോളിനെസ്റ്ററേസിനകത്ത് ഒരു ആനയോണിക് സൈറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു എസ്റ്ററിക് സൈറ്റും വരുന്നുണ്ട്. നോർമലി നമ്മുടെ അസറ്റൈൽ കൊളീൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ആനയോണിക് സൈറ്റിലാണ്. ഈ ആനയോണിക് സൈറ്റിൽ ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ആക്ഷൻ വരുന്ന ആനയോണിക് സൈറ്റിൽ ബൈൻഡ് ചെയ്തിട്ടാണ് എസ്റ്ററിക് സൈറ്റിലാണ് നമ്മുടെ ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാനോഫോസ്ഫേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എസ്റ്ററിക് സൈറ്റിലാണ്. ഇതൊരു എന്താണ്? നമ്മുടെ ഇവിടെ ഒരു ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ് ഈ ഒരു നമ്മുടെ എൻസൈം, ദാറ്റ് ഇസ് നമ്മുടെ അസറ്റൈൽ കൊളിൻ എസ്റ്ററേസ് എൻസൈമിനെ ഇറിവേഴ്സിബിളി അവിടെ ഇൻഹിബിറ്റ് ചെയ്യുവാണ്. അതേപോലെ നമ്മുടെ കാർബമേറ്റ്സ് ആണെങ്കിലോ, കാർബമേറ്റ്സ് വന്നിട്ട് ആനയോണിക് സൈറ്റിലും അതുപോലെ തന്നെ എസ്റ്ററിക് സൈറ്റിലും രണ്ട് സൈഡിലും ഇവര് ബൈൻഡ് ചെയ്യും. നമ്മുടെ അസറ്റൈൽ കൊളിൻ എസ്റ്ററേസിന്റെ രണ്ട് സൈഡിലും ഇവര് നമ്മുടെ കാർബമേറ്റ്സ് വന്ന് ബൈൻഡ് ചെയ്യും. ഇവിടെ വരുന്നതോ ഒരു റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ് നമ്മുടെ കാർബമേറ്റ് പോയ്സണിങ്ങിനകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെയും നമ്മുടെ ആ ഒരു ഇൻഹിബിഷൻ നടക്കുവാണ്. അപ്പൊ ഈ അസറ്റൈൽ കൊളീന്റെ ഹൈഡ്രോളിസിസ് നടക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ അക്യുമുലേഷൻ, അതായത് നമ്മുടെ അസറ്റൈൽ കൊളീൻ ഓവറായിട്ട് അവിടെ അക്യുമുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്.
വരുന്നത്. അതായത് ഒത്തിരി ഡോസ് നമ്മൾ ഓർഗാനോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാർബമേറ്റ് എടുക്കുമ്പോൾ അങ്ങനെയാണ് ആ ഒരു പോയ്സണിങ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ്, നമുക്കൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കോളിനർജിക് റിസപ്റ്ററിന്റെ സ്റ്റിമുലേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഓവർ സ്റ്റിമുലേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും നമ്മുടെ ബോഡി കാണിക്കുക? ഫസ്റ്റ് പറയുന്ന സെക്രീഷൻസ് പ്രൊഫ്യൂസ്, അതായത് ഒത്തിരി സെക്രീഷൻസ് വരും. നമ്മുടെ കോളിനർജിക് ഡ്രഗ് എടുക്കുമ്പോൾ എന്ത് സിംറ്റം ആണ് വരുന്നത്, അതിന്റെ ആ ഒരു സിംറ്റംസ് തന്നെയായിരിക്കും ഓവർ കോളിനർജിക് സ്റ്റിമുലേഷൻ വരുമ്പോഴും നമുക്ക് കാണിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്? നമുക്ക് സ്വെറ്റിങ്, സലൈവേഷൻ, അതുപോലെ ലാക്രിമേഷൻ, നമ്മുടെ ട്രക്കിയോ ബ്രോങ്കൽ സെക്രീഷൻസ്, അതായത് സെക്രീഷൻസ് എല്ലാം എന്താ ചെയ്യുക, അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ സ്മൂത്ത് മസിൽസിൽ എന്ത് സംഭവിക്കുന്നു? കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സിവിയർ ആയിട്ടുള്ള ബ്രോങ്കോസ്പാസം വരാം, നമുക്ക് ബ്രെത്ത്ലെസ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്, അബ്ഡമിനൽ കോളിക് വരാം, യൂറിനേഷൻ, ഇൻവോളണ്ടറി ആയിട്ടുള്ള ഡീഫിക്കേഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. പിന്നെ അതുപോലെ തന്നെ കാർഡിയോവാസ്കുലറിലും ഒക്കുലർ എഫക്റ്റും പറയുന്നുണ്ട്. കാർഡിയോവാസ്കുലറിൽ എന്തൊക്കെ എഫക്റ്റ് പറയുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആവുന്നു, അതുപോലെ തന്നെ ബ്രാഡികാർഡിയ അല്ലെങ്കിൽ ടക്കിക്കാർഡിയ, അതുപോലെ കാർഡിയക് അരിത്മിയാസ് വരാം. പിന്നെ നമ്മുടെ ഐയിൽ വന്നിട്ട് മയോസിസ്, അതായത് പിൻ പോയിന്റ് ആയിട്ടുള്ള പ്യൂപ്പിൾ വന്നിട്ട് നമുക്ക് ബ്ലഡ് വിഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ മസ്കരനിക് റിസപ്റ്റർ ആക്ഷൻ കാണിക്കുന്നത്. അതായത് മസ്കരനിക് റിസപ്റ്ററിലുള്ള ആ ഒരു ഓവർ സ്റ്റിമുലേഷൻ കാരണം ഉണ്ടാവുന്ന സിംറ്റംസ്. അതുപോലെ തന്നെ എന്താണ്, ന്യൂറോ മസ്കുലർ സെൻട്രൽ കൊളാപ്സും നമുക്ക് ഈ ഒരു പോയ്സണിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് നിക്കോട്ടിനിക്കിൽ വരുമ്പോൾ എന്ത് ആക്ഷനാണ് വരുന്നത്? നോർമലി നമ്മൾ നിക്കോട്ടിനിക്കിൽ വരുമ്പോൾ മസ്കുലർ ഫാസിക്കുലേഷൻസ് ആണ് നോർമലി നമ്മൾ നിക്കോട്ടിനിക് ആക്ഷൻ ആയിട്ട്, അതായത് നിക്കോട്ടിനിക് റിസപ്റ്ററിലുള്ള ആ ഒരു ഓവർ സ്റ്റിമുലേഷൻ കാരണം പറയുന്നത്. അതുപോലെ തന്നെ ഒരു വീക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട്, പാരാലിസിസ്, അതുപോലെ റെസ്പിറേറ്ററി പെരിഫറൽ പാരാലിസിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ CNS-ലും എന്താണ്, നമുക്ക് ഇറിറ്റബിലിറ്റി, ഡിസോറിയന്റേഷൻ, അൺസ്റ്റഡിനെസ്, ട്രെമർ, അറ്റാക്സിയ, കൺവൾഷൻ, കോമ ഒക്കെ വരാനുള്ള സാധ്യതയും CNS-ലുള്ള ഇഫക്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഒരു ഓർഗാനോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഒരു കാർബമേറ്റ്, നമ്മുടെ ആന്റി കോളിനെസ്റ്ററേസിന്റെ ഒരു ഓവർഡോസ് കാരണം ഉണ്ടാവുന്ന നമ്മുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം? അപ്പം ഒരു പ്രോട്ടോകോൾ പറയുന്ന ആദ്യം എന്താ ചെയ്യുക? ടെർമിനേറ്റ് ആൻഡ് ഡീകണ്ടാമിനേറ്റ്, അതായത് നമ്മളൊരു ഫ്രഷ് എയറിലോട്ട് മാറുക, നമ്മുടെ സ്കിൻ എവിടെയാണോ കോണ്ടാക്ട് വന്ന സ്കിൻ അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ തറലി നമ്മൾ സോപ്പ് അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. ഇൻ ഗ്യാസ്ട്രിക് ലാവേജ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രിക് ലാവേജ് ഇനിഷ്യേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പറയുന്നത് റെസ്പിറേറ്ററി ആൻഡ് എയർവേ ആണ്. അതായത് നമ്മുടെ എയർവേ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്ട്രിക്ട്ലി പേറ്റന്റ് എയർവേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, പോസിറ്റീവ് പ്രഷർ റെസ്പിറേഷൻ നമ്മൾ ഇൻ കേസ് ഇപ്പൊ നമ്മുടെ ഒരു എയർവേ നമുക്ക് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താണ്, ഒരു പോസിറ്റീവ് പ്രഷർ റെസ്പിറേഷൻ നമ്മൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നതാണ് സപ്പോർട്ടീവ് കെയർ, അതായത് സപ്പോർട്ടീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻ കേസ് കൺവൾഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയസെപാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ ആന്റിഡോട്സ്. അപ്പോൾ നമ്മൾ ആന്റിഡോട്സിൽ ഫസ്റ്റ് പറയുന്ന ഏതാണ്? അതായത് മെയിൻ ആയിട്ട് നമുക്കൊരു ആന്റികോളിനെസ്റ്ററേസിന്റെ പോയ്സണിങ് വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് അട്രോപ്പിൻ. ദാറ്റ് ഇസ് ഏതാണ് ആന്റിഡോട്ട്? അട്രോപ്പിൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ആക്ഷൻ പറയുന്നത്? അട്രോപ്പിൻ വന്നിട്ട് നമ്മുടെ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുവാണ്. മെയിൻലി മസ്കരനിക് സിംറ്റംസിനെയാണ് നമ്മുടെ അട്രോപ്പിൻ എന്ത് ചെയ്യുന്നത്? കൗണ്ടറാക്ട് ചെയ്യുന്നത്. അപ്പൊ അട്രോപ്പിൻ വന്നിട്ട് ഏതാണ്? നമ്മുടെ മസ്കരനിക് സിംറ്റംസിനെയാണ് കൗണ്ടറാക്ട് ചെയ്യുന്നത്. അതേപോലെ എന്താണ്, നിക്കോട്ടിനിക് ആക്ഷനിൽ ഇത് വലിയൊരു റോള് പറയുന്നില്ല. ദാറ്റ് ഇസ് ദ ക്ലിനിക്കൽ ലിമിറ്റേഷൻ. എന്താ പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് റിവേഴ്സ് ദി പെരിഫറൽ മസ്കുലർ പാരാലിസിസ്. അതായത് നിക്കോട്ടിനിക് റിസപ്റ്ററിലുള്ള ആ ഒരു സിംറ്റംസ് ഇത് റിസോൾവ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ അട്രോപ്പിനകത്ത് പറയുന്ന ഒരു ലിമിറ്റേഷൻ. മസ്കരനിക് സിംറ്റംസിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ഈ ഒരു സെക്രീഷൻസ് കൂടുന്നത്, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ മസ്കരനിക് സിംറ്റംസിനെയൊക്കെ എന്ത് ചെയ്യാൻ, കൗണ്ടറാക്ട് ചെയ്യാനായിട്ട് അട്രോപ്പിൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താണ്, നമ്മുടെ എല്ലാ കേസസിലും, അതായത് എല്ലാ ആന്റികോളിനെസ്റ്ററേസ് പോയ്സണിങ്ങിലും, അതായത് ഓർഗാനോഫോസ്ഫേറ്റ് ആണെങ്കിലും കാർബമേറ്റ് ആണെങ്കിലും നമ്മൾ എന്താ, അട്രോപ്പിൻ ആണ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്. ഇനി നമ്മുടെ ഡോസിങ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? 2 milligram IV റിപ്പീറ്റഡ്ലി എവറി 10 minutes. എല്ലാ 10 മിനിറ്റും നമ്മൾ എന്ത് ചെയ്യുക? 2 milligram ആയിട്ട് IV കൊടുക്കുക. അതുപോലെ തന്നെ ചില കേസസിൽ നമ്മൾ എക്സെപ്ഷണലി ഹൈ ഡോസ്, അതായത് അപ് ടു 200 milligram വരെ നമ്മൾ ഒരു ദിവസം കൊടുക്കേണ്ടി വരും. CNS ആയിട്ടുള്ള ആ ഒരു എഫക്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി. അതാണ് എക്സെപ്ഷണൽ ഹൈ ഡോസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ക്ലിനിക്കൽ എൻഡ് പോയിന്റ്സ്
അപ്പോഴാണ് നമ്മൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വരേണ്ടത്. ആ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അട്രോപ്പിനൈസേഷൻ, അതായത് നമുക്ക് ഡ്രൈ മൗത്ത്, അതുപോലെ തന്നെ അട്രോപ്പിന്റെ സിംറ്റംസ് വരത്തില്ല, ആ ഒരു അട്രോപ്പിനൈസേഷൻ വരുന്നത് വരെ നമ്മൾ ഈ ഒരു ഡ്രഗ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് കണ്ടിന്യൂ അൺടിൽ ഡ്രൈനെസ് ഓഫ് ദ മൗത്ത് ഓർ അതർ സൈൻസ് ഓഫ് അട്രോപ്പിനൈസേഷൻ അപ്പിയേഴ്സ്. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു നമ്മുടെ ട്രക്കിയൽ സെക്രീഷൻസ്, നമ്മുടെ ട്രക്കിയോ ബ്രോങ്കൽ സെക്രീഷൻസ് ഒക്കെ ഒത്തിരി കാണുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വരെ, ആ ഒരു ഡ്രൈനെസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, സെക്രീഷൻസ് കൺട്രോൾ ആവുന്നത് വരെ നമ്മൾ ഈ ഒരു അട്രോപ്പിൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് കണ്ടിന്യൂ ട്രീറ്റ്മെന്റ് വിത്ത് മെയിൻ്റനൻസ് ഡോസ് മെയിൻലി റിക്വയർഡ് ഫോർ 1 to 2 weeks, അതായത് നമ്മുടെ ഒരു 1 to 2 weeks വരെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ അട്രോപ്പിന്റെ കാര്യത്തിൽ പറയുന്നത്. സോ എന്താണ് അട്രോപ്പിനൈസേഷൻ വരെ കാണുന്നത് വരെയാണ് നമ്മൾ അട്രോപ്പിൻ കൊടുക്കുന്നത്. പിന്നെ പറയുന്നതാണ് നമ്മുടെ കോളിനെസ്റ്ററേസ് റിയാക്ടിവേറ്റർ, അതായത് നമ്മുടെ പ്രാലിഡോക്സൈൻ, അതായത് ഓക്സൈംസ്. ഓക്സൈംസ് എന്താ ചെയ്യുക, നമ്മൾ കണ്ടു ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, അവര് വന്നിട്ട് നമ്മുടെ എസ്റ്ററിക് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പം നമ്മുടെ ഓക്സൈംസ് എന്താ ചെയ്യുക, ഓക്സൈംസ് അതായത് നമ്മുടെ പ്രാലിഡോക്സൈം വന്നിട്ട് എന്താ ഈ അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള ആനയോണിക് സൈറ്റിലായിരിക്കും ഇവര് വന്ന് ബൈൻഡ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, ഈ പോയ്സണിനെ പുറത്തോട്ട് കളയും, നമ്മുടെ ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിനെ പുറത്തോട്ട് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഓക്സൈംസ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുക, ഓക്സൈംസ് വന്നിട്ട് ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷനെ ഒക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് നിക്കോട്ടിനിക് ആക്ഷൻസിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഓക്സൈംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓക്സൈംസ് എന്താ ചെയ്യുക, നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒന്നും ക്രോസ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു CNS ഇഫക്ട്സും കാണാറുണ്ടെന്ന്. അപ്പൊ CNS ഇഫക്ട്സിനെ ഒന്നും റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് എപ്പോഴും അട്രോപ്പിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് പ്രാലിഡോക്സൈം അല്ലെങ്കിൽ ഓക്സൈംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു എന്താണ് നമ്മുടെ ഈ ഒരു ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള സിംറ്റംസിനെ ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു നമ്മുടെ പ്രാലിഡോക്സൈം അല്ലെങ്കിൽ ഓക്സൈംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇതാണ് നമ്മുടെ ഏജിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഓർഗാനോഫോസ്ഫേറ്റ് ആണെങ്കിലും ഈ ഒരു പോയ്സണിന്റെ സമയത്ത് എന്താ സംഭവിക്കുക, ഏജിങ് എന്നൊരു കാര്യം നടക്കുന്നുണ്ട്. ഏജിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമ്മുടെ എൻസൈമിന് ആൽക്കൈൽ ഗ്രൂപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. അത് ആ ഒരു സമയം ഏജിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രഗ് എഫക്റ്റീവ് ആവണമെന്നില്ല. ദാറ്റ് ഈസ് വൺസ് ദ ഫോസ്ഫോറിലേറ്റഡ് എൻസൈം അണ്ടർഗോ ഏജിങ് ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി റെസിസ്റ്റന്റ് ടു ഹൈഡ്രോളിസിസ്. അതായത് ആ ഒരു എൻസൈം കംപ്ലീറ്റ്ലി ആ ഒരു ബ്രേക്ക് ഡൗൺ റെസിസ്റ്റന്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓക്സൈംസും അവിടെ കൊടുത്തിട്ട് നമുക്ക് എന്താണ്, ഒരു യൂസും നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മൾ നോർമലി ഓക്സൈംസ് എങ്ങനെയാ കൊടുക്കുക, 1 to 2 gram IV സ്ലോലി ആണ് കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്നത്. പിന്നെ കണ്ടിന്യൂസ് ഒരു 30 mg/kg IV ലോഡിംഗ് ഡോസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഡോസിങ് റെജിമെൻ പറയുന്നത്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഏജിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്നതിന് എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഏജിങ്ങിന് മുന്നേ എത്രയും പെട്ടെന്ന് വേണം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ആന്റികോളിനെസ്റ്ററേസ് പോയ്സണിങ് വരുവാണെങ്കിൽ. അതുപോലെ എന്താണ് നമ്മുടെ ക്ലിനിക്കൽ ബെനിഫിറ്റ് എങ്ങനെയാ, ഹെവിലി ഡിപ്പെൻഡ് അപ്പോൺ സ്പെസിഫിക് ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്, വോളിയം, ടൈം ആൻഡ് തെറാപ്പി. ആ ഒരു എത്ര സമയം, അതായത് ഏത് പോയ്സൺ ആണ് സംഭവിച്ചത്, അതുപോലെ എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കിടക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു ക്ലിനിക്കൽ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പറയുന്നതാണ് നമ്മുടെ കാർബമേറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഓർഗാനോഫോസ്ഫേറ്റ് ആണെങ്കിൽ നമ്മുടെ എസ്റ്ററിക് സൈറ്റിലോട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അതേ സമയത്ത് കാർബമേറ്റ് എന്താ ചെയ്യുക, ഇവര് വന്നിട്ട് എസ്റ്ററിക്കും ആനയോണിക്കും രണ്ട് സൈറ്റിലും, നമ്മൾ നേരത്തെ ആ ഒരു മെക്കാനിസം പറഞ്ഞപ്പോൾ കണ്ടു, എന്താണ് എസ്റ്ററിക് സൈറ്റിലും അതുപോലെ തന്നെ ആനയോണിക് സൈറ്റിലും രണ്ടിലുമാണ് നമ്മുടെ കാർബമേറ്റ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ഓർഗാനോഫോസ്ഫേറ്റിൽ എങ്ങനെയാണ് ഓക്സൈംസ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓക്സൈംസ് വന്ന് നമ്മുടെ ഓർഗാനോഫോസ്ഫേറ്റ് വന്ന് എസ്റ്ററിക് സൈറ്റിൽ ബൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്സൈംസ് വന്ന് എന്താണ്, നമ്മുടെ ആനയോണിക് സൈറ്റിൽ ബൈൻഡ് ചെയ്തിട്ട് ഓർഗാനോഫോസ്ഫേറ്റിനെ പുറത്തോട്ട് കളയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ കാർബമേറ്റ്സിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓക്സൈംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണ്, കാർബമേറ്റ്സ് വന്ന് രണ്ടിലും ആനയോണിക്കും എക്സ്റ്ററിക്കിലും ബൈൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു ആക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് പ്രാലിഡോക്സൈം എന്താണ്, നമ്മുടെ കാർബമേറ്റ് പോയ്സണിങ്ങിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്.
അതിന്റെ റീസൺ നമ്മുടെ ഈ ഒരു സൈറ്റ് അവിടെ ഫ്രീ അല്ലാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് ഓർഗാനോഫോസ്ഫേറ്റ്സിലാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ആനയോണിക് സൈറ്റ് ഫ്രീ ആയതുകൊണ്ട് ഓക്സൈംസിന് വന്നിട്ട് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ കാർബമൈറ്റ് പോയിസണിങ്ങിൽ എന്ത് കൊടുക്കാറില്ല, നമ്മൾ ഓക്സൈംസ് കൊടുക്കാറില്ല, നമ്മൾ അട്രോപ്പിൻ മാത്രമായിരിക്കും നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി, നമ്മൾ അസറ്റൈൽ കോളിൻ എസ്റ്ററേസിന്റെ മെക്കാനിസം, അതായത് നോർമലി നമ്മുടെ അസറ്റൈൽ കോളിൻ എന്താ ചെയ്യുക, നമ്മുടെ അസറ്റൈൽ കോളിൻ എസ്റ്ററേസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പം ആന്റി കോളിൻ എസ്റ്ററേസ് ഡ്രഗ് എന്ത് ചെയ്യുന്നു, ഈ അസറ്റൈൽ കോളിൻ എസ്റ്ററേസിനെ ബ്ലോക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ നോർമൽ ഹൈഡ്രോളിസിസ് അവിടെ നടക്കുന്നില്ല. അപ്പം ഓവർലോഡ് ഓഫ് അസറ്റൈൽ കോളിൻ അവിടെ സംഭവിക്കുന്നു. അങ്ങനെ ആ ഒരു ഓവർലോഡ് കൂടുമ്പോഴാണ് നമുക്കതൊരു പോയിസണിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓവർലോഡ് വരുമ്പോൾ എന്താണ്, നമ്മുടെ നോർമലി അസറ്റൈൽ കോളിൻ കാരണം എന്തൊക്കെ എഫക്റ്റ് ആണ് വരുന്നത്, അതുപോലത്തെ ഒരു കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് എഫക്ട്സ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അതായത് സെക്രീഷൻസ് കൂടുക, നമ്മുടെ മസിൽസ് കൺട്രാക്ഷൻസ് വരിക. അപ്പോൾ നമുക്ക് നോർമലി ഇങ്ങനത്തെ ലാക്രിമേഷൻ അല്ലെങ്കിൽ സലേവേഷൻ അല്ലെങ്കിൽ ബ്രോങ്കോസ്പാസം അങ്ങനത്തെയൊക്കെ നമ്മുടെ ബ്രോങ്കൽ സെക്രീഷൻസ് ഒക്കെ ഇൻക്രീസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്ലിനിക്കൽ പോയിസണിങ് കേസസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു സെക്രീഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. നമ്മൾ അതിന് ഏത് കൊടുക്കും, അട്രോപ്പിൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ആന്റിഡോട്ട്. അപ്പൊ അട്രോപ്പിൻ കൊടുത്തിട്ട് നമ്മുടെ മസ്കരനിക് സിംറ്റംസ് നമ്മൾ കൺട്രോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ മസ്കരനിക് സിംറ്റംസ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സെക്രീഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്രോങ്കോസ്പാസം ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്ന ഒരു ആഡ് ഓൺ ആണ് നമ്മൾ പ്രാലിഡോക്സൈൻ എന്ന് പറയുന്നത്. പക്ഷെ പ്രാലിഡോക്സൈനിലെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്, നമുക്കത് ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ്ങിന് യൂസ്ഫുൾ ആണ്. അതേ സമയത്ത് കാർബമേറ്റ്സിൽ നമുക്ക് ഈ പ്രാലിഡോക്സൈൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഓർഗാനോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാർബമേറ്റ് പോയിസണിങ്ങിനകത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം. ആന്റിഡോട്ട്, പിന്നെ വരുന്നത് ഏജിങ്ങുമാണ്. അതായത് ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആ എൻസൈമിന് ആൽക്കൈൽ ഗ്രൂപ്പ് നഷ്ടപ്പെട്ട് ഫോസ്ഫോറിലേറ്റഡ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹൈഡ്രോളിസിസ്, ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിസിസിലോട്ട് അത് പോവുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രഗ് എഫക്റ്റീവ് ആയിട്ട് വരണം എന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് കേസസിലോട്ട് പോകും. അതുകൊണ്ടാണ് ഒരു പോയിസണിങ്, അതായത് നമ്മുടെ ആന്റി കോളിൻ എസ്റ്ററേസ് പോയിസണിങ് ഉണ്ടാവുമ്പോൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പോയിസണിങ്ങിനകത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയയാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് അതിന്റെ ആക്ഷൻ എന്ന് നോക്കുക, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ആന്റിഡോട്ട് എന്ന് നോക്കുക. അതായത് രണ്ട് കാർബമേറ്റ് ആണെങ്കിലും ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ് ആണെങ്കിലും നമുക്ക് അട്രോപ്പിൻ കൊടുക്കാനായിട്ട് പറ്റും. അതും അട്രോപ്പിനൈസേഷൻ, അതായത് ഡ്രൈനെസ് വരുന്നത് വരെയാണ് നമ്മൾ ഈ ഒരു അട്രോപ്പിൻ കൊടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ. സോ താങ്ക് യു. ഇനി അടുത്ത ഒരു യൂസ്ഫുൾ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.